ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനീസ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്കിന്നിവിടെ ഇപ്പോഴത്തെ ട്രെൻഡിയായ ടോർട്ടില്ല റാപ്പ് ഹാക്ക് ഉണ്ടാക്കാം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് കടക്കാം. ഇതിനു വേണ്ടി ആദ്യം നമുക്ക് ടോർട്ടില്ല ഉണ്ടാക്കാം. ടോർട്ടില്ല ഉണ്ടാക്കാനായിട്ട് 250 ഗ്രാം മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. 2 ടീസ്പൂൺ ബട്ടർ അല്ലെങ്കിൽ ഗീ എന്തായാലും കുഴപ്പമില്ല. ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യണം. നമ്മുടെ ഡോവിന് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ്. ചൂടുവെള്ളം കുറച്ചായി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കുറച്ചായി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു കോട്ടൺ തുണി കൊണ്ട് അടച്ചു വെച്ച് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ബോളാക്കി മാറ്റാം. മൈദ ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് നൈസായി പരത്തിയെടുക്കാൻ പറ്റും. ഞാനിവിടെ ഒരു 9 ബോളാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പൊടിയിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കനം കുറച്ച് പരത്തിയിട്ടുണ്ട്. നമുക്കൊരു പാനിൽ ചുട്ടെടുക്കാം. അത് ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇതുപോലെ ചുട്ടെടുത്താൽ മതി. നമ്മുടെ ടോർട്ടില്ല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ എല്ലാ ബോൾസും ഇങ്ങനെ ചെയ്തെടുക്കാം. ഈ ടോർട്ടില്ല വീഡിയോ കാണുന്ന പോലെ സെൻറ്റർ വരെ കട്ട് ചെയ്യാം. ടോർട്ടില്ല ഫിൽ ചെയ്യാനായിട്ട് നമുക്കൊരു ബുൾസൈ ഉണ്ടാക്കാം. ബുൾസൈ സാധാരണ ഉണ്ടാക്കും പോലെ തന്നെ കുരുമുളക്, ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുട്ടയ്ക്ക് പകരമായി വേണമെങ്കിൽ ചിക്കനോ മട്ടനോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു വെജ് നോണും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ഫുഡാണ്. അടുത്ത പാർട്ട് നമ്മൾ വെജിറ്റബിളാണ് വെക്കുന്നത്. അതിനു വേണ്ടി കാബേജ്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. കുറച്ച് മയോണൈസ് ചേർത്ത് മിക്സ് ചെയ്യാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ടോർട്ടില്ലയിൽ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായി തക്കാളി സ്ലൈസ്, കുക്കുംബർ, ടൊമാറ്റോ സോസ് തേച്ച് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ ആവശ്യാനുസരണം തേച്ച് കൊടുക്കാം. അടുത്ത പാർട്ടിൽ നമുക്ക് മൊസറെല്ല ചീസ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസും മൊസറെല്ല ചീസും ഹോം മെയ്ഡ് ആണ്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് നോക്കാവുന്നതാണ്. ടോർട്ടില്ല ഇവിടെ ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ റാപ്പ് ചെയ്തെടുക്കാം. മൊസറെല്ല ചീസ് അവസാനം വരുന്നത് പോലെ റാപ്പ് ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാ ടോർട്ടില്ലയും ഞാനിവിടെ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് കൊടുക്കാനാണ്. ഓയിൽ ചൂടായതിന് ശേഷം നമുക്കിതിനെ ഓരോന്നിനെയും ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ, കരിഞ്ഞു പോകാൻ പാടില്ല. നല്ല ടേസ്റ്റിയായ സ്നാക്സാണിത്. പിന്നെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
നമുക്കിതിനെ ഓരോ പ്ലേറ്റിലോട്ട് മാറ്റാം. അടിപൊളി ടോർട്ടില്ല റാപ്പ് ഹാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഉൾവശം ഒന്ന് നോക്കാം. മൊസറെല്ല ചീസിന് പകരം ചീസ് സ്ലൈസും ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു റെസിപ്പി എന്തായാലും നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണിത്. സ്നാക്സായും ബ്രേക്ക്ഫാസ്റ്റായും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഫുഡാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിനടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്യുകയും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.